നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടി മഞ്ജു പിള്ളയുടെയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവിന്റെയും മകൾ ദയയ്ക്ക് എതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച ബ്ലോഗർ ഷെഫീന ബീബിക്ക് നേരെ വൻ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഷെഫീനയ്ക്കെതിരെ ദയാ സുജിത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഏവരും പറയുന്നുമുണ്ട്. ഇതാദ്യമായല്ല ഷെഫീന ബീബി തന്റെ യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത്. ലൈംലൈറ്റിൽ ശ്രദ്ധ നേടുന്നത് ഏതൊരാളെയും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഷെഫീന ബീബി കണ്ടന്റ് ആക്കാറുണ്ട്. അടുത്ത കാലത്ത് ഷെഫീന ബീബിയുടെ വേട്ടയാടൽ ഏറ്റവും കൂടുതൽ നേരിട്ടവരിൽ ഒരാളായിരുന്നു രേണു സുധി. രേണു സുധിയുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഷെഫീന ബേബി കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ ഭാഷയിലായിരുന്നു രേണുവിനെതിരെ സംസാരിച്ചിരുന്നത്. രേണുവിനെതിരെ സംസാരിച്ച പല യൂട്യൂബേഴ്സും രേണുവിന് ക്യാൻസർ ബാധിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഈ അവസരത്തിൽ അവരെ ഉപദ്രവിക്കരുതെന്ന് തീരുമാനിച്ച് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഷെഫീന ബേബി രേണുവിനെ അപ്പോഴും വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. രോഗശൈലിയായ രേണുവിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. രേണുവിന് ശരിക്കും ക്യാൻസർ ഉണ്ടോ എന്ന സംശയം പോലും ഉന്നയിക്കുന്നുണ്ട്. പലരും ഷെഫീനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടും ഇവർ പിന്മാറുന്നുമില്ല. ഷെഫീനയും രേണുവിനെ എതിർക്കുന്ന ആളുകളും ഓൺലൈനിൽ ഇവരെ മാനസികമായി ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദയാ സുജിത്തിന് ലഭിച്ചതുപോലുള്ള പിന്തുണ രേണുവിന് ലഭിച്ചിരുന്നില്ല. വളരെ കുറച്ചുപേർ മാത്രമേ ഇക്കാര്യത്തിൽ ഷെഫീന ബീബിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴിതാ പഴയ അമ്മായിമാരുടെ ഡിജിറ്റൽ പതിപ്പാണ് ഷെഫീന എന്നാണ് സീരിയൽ താരമായ സരിത ബാലകൃഷ്ണൻ ഷെഫീനയെ വിമർശിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. സംസ്കാര സംരക്ഷകയായ വ്യൂസ് തിന്നാൻ കൊതിക്കുന്ന ബീബി ലോകം ചൊവ്വാഗ്രഹത്തിൽ കോളനി സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരുടെ പണി കളയുന്നതിനെ കുറിച്ചും ആഗ്രഹപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ബീവികൾ ഇപ്പോഴും ഇഞ്ചിക്കോലുമായി തുണിയുടെ നീളം അളക്കുന്ന തിരക്കിലാണ്. അത്തരത്തിലൊരു പുണ്യപ്രവൃത്തി ചെയ്ത് കയ്യടി വാങ്ങുവാൻ നോക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ ബീവി ചെയ്തിരിക്കുന്നത്. നടി മഞ്ജു പിള്ളയുടെ മകൾ ദയയുടെ വസ്ത്രദാനത്തെക്കുറിച്ച് അവർ കാച്ചിവിട്ട മുത്തശ്ശികത കേട്ടാ തോന്നും നാടിന്റെ സംസ്കാരം മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു മൊബൈൽ ക്യാമറയ്ക്കും റിംഗ് ലൈറ്റിനും പിന്നിലിരിക്കുന്ന ഈ ബീവിയാണെന്ന്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെങ്കിലും അയൽപ്പക്കത്തെ കുട്ടി എന്തുടുത്തു, എങ്ങോട്ട് നടന്നു എന്ന ജനലിലൂടെ നോക്കി കുശുമ്പ് പറയുന്ന പഴയ അമ്മായിമാരുടെ ഡിജിറ്റൽ പതിപ്പാണ് ഇത്തരത്തിലുള്ള ബീവികൾ. പണ്ടൊക്കെ ഇത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഫേസ്ബുക്ക് ലൈവ് വഴിയും 4 ലക്ഷം പേരെ കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിലോ ചിന്തയിലോ ഇല്ലാത്ത നന്മകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഇറങ്ങുന്നതാണ് ഇവരുടെ പ്രധാന വിനോദം. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കാണില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതി. എന്തായാലും നാട്ടുകാർക്ക് വിവരമുള്ളതുകൊണ്ട് ഇവരെ കൃത്യമായി എടുത്ത് എയറിൽ കയറ്റിയിട്ടുണ്ട്. ട്രോളുകളും വിമർശനങ്ങളും താങ്ങാനാവാതെ ഒടുവിൽ ആ വിവിക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. അവർ വിമർശിച്ച ദയാകട്ടെ ഈ ഒച്ചപ്പാടുകളെ എല്ലാം ഒരു ഒറ്റ മാസ് ഡയലോഗ് കൊണ്ട് തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വിമർശകരുടെ മുഖത്തടിച്ചതുപോലെയുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു ദിയ മറുപടി നൽകിയത്. ഈ 500 തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന ഹാഷ്ടാഗോടെ വെറുമൊരു ട്രോൾ ഡയലോഗ് മാത്രമേ തന്നെ തളർത്തുവാൻ ആകില്ലെന്ന് വായടപ്പിച്ച മാസ് കൗണ്ടറായിരുന്നു അത് നൽകിയത്. സ്വന്തം ജീവിതവും ശരീരവും വസ്ത്രവും മറ്റാരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ദയെ പോലെയുള്ളവരുടെ ഈ നിലപാടുകൾ നൽകുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കൊത്തിവലിച്ച് അതിൽ നിന്നും വ്യൂസും ലൈക്കും മാത്രം ലക്ഷ്യമിടുന്ന ബീവിയോട് മറ്റുള്ളവരുടെ വസ്ത്രത്തിന്റെ നീളം അളക്കുവാൻ പോകുന്നതിന് മുൻപ് സ്വന്തം ചിന്താഗതികളുടെ വീതി ഒന്ന് കൂട്ടുവാൻ നോക്കൂ എന്നായിരുന്നു ഇതിൽ വരുന്ന പ്രധാന ആക്ഷേപം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങളെ കൃത്യമായി എയറിൽ കയറ്റിവിടും, പിന്നെ താഴോട്ട് ഇറങ്ങാൻ പാരച്യൂട്ട് പോലും കിട്ടില്ല എന്നുമായിരുന്നു കുറിപ്പ്. ദിയെ മാത്രമല്ല ദയയുടെ അമ്മയായ മഞ്ജു പിള്ളയെയും മോശമായ ഭാഷയിൽ വീഡിയോയിൽ ഉടനീളം ഷെഫീന ബീബി അധിക്ഷേപിക്കുന്നുണ്ട്. യൂട്യൂബർക്കെതിരെ മഞ്ജു പിള്ള നിയമപരമായി നീങ്ങണം എന്നാണ് ദയെ പിന്തുണച്ച ഭൂരിഭാഗം പേരും കുറിച്ചിരിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിലും മോഡലിംഗിലും താല്പര്യമുള്ള ആളാണ് ദയാ സുജിത്ത്. എന്നാൽ ഇതേ തുടർന്ന് ദിയ സന ഷെഫീന ബീബിക്കെതിരെ ഒരു ആരോപണമായി രംഗത്തെത്തിയിരുന്നു. ഷെഫീന ഇതിലും വലിയ ന്യൂഡ് ഫോട്ടോകൾ പലർക്കും അയച്ചു കൊടുത്തിരുന്ന വ്യക്തിയാണെന്നായിരുന്നു അവർ പറഞ്ഞത്. അവരുടെ പഴയ കഥകളൊക്കെ തങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ദിയ സന പറയുന്നുണ്ട്. ആദ്യമെല്ലാം പ്രതികരിക്കാതിരുന്നുവെങ്കിലും പിന്നീട് ഇതിൽ പ്രതികരണവുമായി ദയ എത്തുകയായിരുന്നു. ദയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. എയറിൽ നിന്നും മാറി ഇപ്പോൾ സ്പേസിലേക്ക് ആകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കുറച്ച് ദിവസം മുൻപ് വ്യക്തിപരമായ കാരണങ്ങൾ കാരണം കുറച്ച് ഡൗൺ ആയിരുന്നു.
ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങ് എയറിലായി. അവരുടെ പേരൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് പറഞ്ഞ് ആ നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചൂടെണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടില്ലേ, അതിന്റെ കൂടെ വെള്ളവും കൂടെ ഇട്ടുകൊടുക്ക്. അതുപോലെ ആയിരുന്നു കാര്യങ്ങൾ. പ്രതികരിക്കേണ്ട എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ആ വീഡിയോ മുഴുവനായി കാണാത്തത് കൊണ്ട് അതിൽ എനിക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടായിരുന്നില്ല. കാലിന്റെ അടിയിലെ പൊടിയുടെ വിലയെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷെ അതിൽ എൻ്റെ അമ്മയുടെയും അച്ഛന്റെയും പേരുണ്ടായിരുന്നു. അവർ അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്, ഒഴിവാക്കി വിടാം എന്നായിരുന്നു. ഇത്തരക്കാർക്ക് വേണ്ടി എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആ എനർജി ഈ പൂവിന് കൊടുത്താൽ വിലയുണ്ടാകും. അവരെ മനുഷ്യൻ എന്നല്ല വിളിക്കേണ്ടത്, വേറെ എന്തോ ഒരു ജീവിയാണ്. എനിക്ക് മാത്രമല്ല വേറെ പല സ്ത്രീകൾക്കും എതിരെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമല്ല വേറെയും കുറെ പേരുടെ അവരുടെ ഇരകളാണ് എന്നും എനിക്ക് മനസ്സിലായി. ഇതിലൂടെ സംഭവിച്ചൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറെ പേരുടെ സ്നേഹം കിട്ടി. ഈ വിവാദം കൊണ്ട് എന്നെ അറിഞ്ഞ കുറെ പേരുണ്ട്. മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ലവ് എനിക്ക് കിട്ടുന്നുണ്ട്. സെലിബ്രിറ്റികളും എനിക്ക് സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാനൊരു നാടകത്തിന്റെ ഭാഗമായി സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് വരുന്നത്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇതൊന്നും ബാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിലർ ചോദിക്കുമായിരിക്കും. ഇതെന്റെ വ്ലോഗാണ്, എന്റെ വീഡിയോയാണ്. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. ആരുടെയെങ്കിലും ജീവിതത്തെ ബാധിക്കുന്നത് വരെ എല്ലാവർക്കും ഇത് വെറും കളിയും തമാശയും മാത്രമായിരിക്കും. എനിക്കതൊന്നും ബാധിക്കില്ല. എനിക്ക് നല്ല ദേഷ്യമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ അത് ബാധിക്കില്ല. ഈ സ്ത്രീ കാരണം എനിക്ക് ഇത് പറയേണ്ടി വന്നതാണ്. സോറി, ജീവി കാരണം. ഇവർ കാരണം നിരവധി പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ചെയ്യാൻ അവൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. ഇത്രയൊക്കെ വിട്ടുകളയണം എന്ന് പറഞ്ഞാലും ചിലർക്ക് ഇത് ഈസിയായി കാണാൻ കഴിയില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. 98% ആളുകളും അവർക്ക് ഒപ്പമാണ് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവർ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അതെന്നെ ഭയപ്പെടുത്തി. അവർ പറയുന്നത് അത്രയും പേർ അംഗീകരിച്ചത് എന്നിൽ ഭയമുണ്ടാക്കി. ഷോക്കല്ല, പേടിയായിരുന്നു. 2% ആളുകൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണമെന്നില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. പക്ഷെ അവർ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ ഭീഷണിപ്പെടുത്തുക ഒന്നുമല്ല കേട്ടോ. എനിക്ക് എതിരായി നിന്നവരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ ഒക്കെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പേടിപ്പിക്കാനൊന്നും അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായാണ് എയറിൽ കയറുന്നത്. നിങ്ങളുടെ അനുഗ്രഹം വേണം. അമ്മയുടെ അനുഗ്രഹമുണ്ട്. അച്ഛൻ ബിസിയാണ്, അച്ഛന്റെ അനുഗ്രഹവും എന്തായാലും ഉണ്ടാകും. മക്കളെ നീ താഴെ വരുമെന്ന് അമ്മൂമ്മയുടെ അനുഗ്രഹവും ഉണ്ട്. തൽക്കാലം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്റെ പിന്തുണച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്.